അച്ഛൻ വന്നു. അച്ഛാ എന്താ മുത്തേ? അച്ഛാ മാമ വന്നിട്ടുണ്ട്. ഓ വാ വാ വാ. എന്താ പോലെ നേരം വൈകി? നേരം വൈകി. അളിയപ്പോ വന്നോ? ഞാൻ എപ്പോഴാ വന്നതാ? അളിയനെ കാത്തിരുന്നതാ. ഒന്നും പറയണ്ട, നേരം വൈകി. അളിയെന്താ എത്ര വൈകിയേ? വരുന്ന വഴിക്കാ ബീവറയിലൊന്ന് കേറി തിരക്കായിരുന്നു അവിടെ. കിട്ടിയില്ല എന്നിട്ട്? കിട്ടിയോന്നാ? ഗ്യാസ് സംഘടിപ്പിക്കാണ്ട് വരുമോ? ഞാൻ ഡ്രസ് ഒന്ന് പറഞ്ഞേട്ടാ. അളിയന് ഈ 2 ദിവസം നല്ല കുശാലായി. ഈ ഞായറാഴ്ച ഒരു ദിവസം വരാതിരിക്കുക നല്ലത്. അവള് പോയിട്ടൊന്നും കാര്യമില്ല, ഒന്ന് പറ്റി ഉപദേശിച്ചു കൊടുക്കുക. എന്താ വിശേഷമൊക്കെ? ഇന്ന് പോട്ടേട്ടാ, നമുക്ക് കൂടെ കൂടാ. ആ കൂടലൊക്കെ ആവും, അതൊന്നും കുഴപ്പമില്ല. ഇത് കുറച്ച് ഓവറായിട്ടളിയാ. 2 പെൺകുട്ടികളെ വളരണേ, വല്ല ബോധണ്ടേ മനുഷ്യൻ. വീടും പറമ്പൊക്കെ ഒന്ന് കിടക്കണം നോക്കി. വീടിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ലേ? കുറച്ച് മുഷിഞ്ഞുണ്ടെന്നുള്ളതല്ലാതെ വേറെ എന്താ കുഴപ്പം? ഒറ്റ പെട പിടിച്ചാ നമ്മൾ ജീവിക്കുന്ന പോലെ ഇവിടെ ആരെങ്കിലും ജീവിക്കില്ല. നാണോ ചേർത്തോലെ എന്റെ പെൺകുട്ടികളെ. വീടും പറമ്പൊക്കെ കിടക്കണ കണ്ടാ മതി. വലിയ കോട്ട് സുട്ടിനൊക്കെ നടപ്പ്. പുറത്ത് വലിയ മജിസ്ട്രേറ്റ് ആണെന്ന വിചാരം. ഇവിടെ 8. അപ്പൊ ഞാൻ നിനക്ക് മൈര 8 അതങ്ങനെ തന്നെയാണ്. അതങ്ങനെ ഉണ്ടാവുള്ളോ? അതങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കണുള്ളോ? മനസ്സിലാവണ്ട? അതിന്റെ പേരില് നിങ്ങൾ തല്ലൂടാന്ന് കണ്ടത്. നാളെ ഒരു ഞായറാഴ്ചയാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ? നാളെ ഞായറാഴ്ചയായിട്ട് നമുക്ക് ഫുള്ള് ക്ലീനിങ് വെച്ചാലോ? എനിക്ക് നടുവേദനട്ടാ, എന്നെ പ്രതീക്ഷിക്കണ്ട. നാളെ അച്ഛനും മക്കൾക്ക് ക്ലീനിങ്. അതെ, നാളെ രാവിലെ തന്നെ ഇറച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചരാട്ടാ. നാളെ നമ്മള് ക്ലീനിങ് കഴിഞ്ഞിട്ട് മക്കളെ പുറത്തു പോയി നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് കടപ്പുറം പോവാ. അച്ഛാ അച്ഛാ, ഇത് കഴിഞ്ഞ് നമുക്ക് നാളെ സിനിമയ്ക്ക് പോവാ. കാന്താരി ഇറങ്ങിയിട്ടുണ്ട്, നല്ല സിനിമ അച്ഛാ. അപ്പൊ നാളെ അച്ഛനും മക്കളും ക്ലീനിങ്. അടി തൊട മാറാലടിക്കല് മുറ്റം പറമ്പ് വെടുപ്പാക്കല്. അത് കഴിഞ്ഞ് നമ്മള് പുറത്തു പോയി ഭക്ഷണം കഴിക്കണോ? അത് കഴിഞ്ഞ കടപ്പുറം, അത് കഴിഞ്ഞ സിനിമ. മക്കളെ നിങ്ങൾ എഗ്രി ചെയ്തോളൂ. നിങ്ങൾ അച്ഛനെ അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അച്ഛാ ഓക്കേ. എനിക്ക് വയ്യാണ്ടായി അന്നോട്ട് എടുക്കുന്നത് എങ്ങനെ വീട് ശരിയാവും, എല്ലാം ശരിയാവും. എന്തായാലും അളിയൻ മക്കളോട് പറഞ്ഞ വാക്ക് പാലിക്കും, അത് ഉറപ്പാ. എന്താ ഐഡിയ ഈ വെടുപ്പാക്കലൊക്കെ? പറമ്പിലെ കാടും പടലൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഇന്നലെ വലിയ പ്ലാനൊക്കെ ആയിരുന്നല്ലോ. പ്ലാൻ മണ്ണാങ്കട്ട. എന്റെ ഒരു വിധി. എന്നിട്ട് എന്ത് എന്റെ അളിയൻ? അളിയനാ ദേ കടന്ന് ഇന്നലെ കടന്നത് രാത്രി. സമയം എന്തായി? 6 മണി വരെ പോണത്. രാവിലത്തെ 6 മണിയല്ല ചേട്ടൻ പറഞ്ഞത്, വൈകുന്നേരം 6 മണിയായി. പല്ലും കൂടി നെച്ചിട്ടില്ല മനുഷ്യൻ. 10-20 മണിക്കൂറായി കിടന്നുറങ്ങണ്. ഇതിനപ്പുറം ഞാൻ ഇനി എന്താ വേണ്ട ഇവിടെ? കോൺടാർക്കാരന്റെ പ്ലാനിങ്. അടി തൊട പറമ്പ് കൊടുപ്പാക്കല്, മക്കളെയും കൊണ്ട് സിനിമയ്ക്ക് പോലെ കടപ്പുറം പോലെ. എനിക്കറിയായിരുന്നു ഇതൊന്നും നടക്കില്ലാന്ന്. എന്റെ കർമ്മബലം അല്ലാണ്ട് എന്താ പറയാ. ഈ മക്കള് എന്ത് ആവശ്യം ഉണ്ടായിട്ട് അവർക്ക് ഒരു മോഹം കൊടുത്തുന്നല്ലേ. കടപ്പുറം പോവാം, സിനിമയ്ക്ക് പോവാം. അവര് രാവിലെ തൊട്ട് വിളിക്കണത് അച്ഛനെ. ഇതുവരെ എണീറ്റുണ്ടാ മനുഷ്യൻ? നമ്മളെ പ്ലസ് സിനിമയ്ക്ക് പോടമ്മ. അച്ഛനെ വിളിക്കാൻ പോയപ്പോ അച്ഛൻ ചീത്ത പറഞ്ഞമ്മ. നിങ്ങളിനി ആരും വിളിക്കാൻ പോണ്ട, നമ്മളെവിടെയും പോണില്ല. ചേട്ടാ നാട്ടിക്ക് വാ. കൊള്ളാം, വെട്ടിയിട്ട വാഴ പോലെ ഇല്ല.